അനുരാഗ് കരിക്കിൻ വെള്ളം ഉണ്ട, അതേപോലെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള തല്ലുമാല, ഇതൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്പർ 1 A ക്ലാസ് ഡയറക്ടർ ഖാലിദ് റഹ്മാൻ. സിനിമാറ്റോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്, മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ കഥയിൽ ഒരുക്കിയ ഇന്നലെ റിലീസ് ചെയ്ത പടം തിയേറ്ററിൽ പോയിട്ട് കണ്ടു, ആലപ്പുഴ ജിംഖാന. പടത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു എൻ്റർടൈനിങ് ജിംഖാന, നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഒരു മേക്കിങ്, നല്ല രീതിയിലുള്ള കാസ്റ്റിങ്, ഒരുപാട് പേര് ഇതിനകത്ത് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളുടെ യൂത്ത് ഐക്കനായിട്ടുള്ള ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നല്ല സ്നേഹമൊക്കെ തോന്നുന്ന നമ്മളുടെ നെസ്ലിനാണ് ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊരു മുഴുനീള നെസ്ലിൻ പടമൊന്നുമല്ല. ഇതിനകത്ത് നെസ്ലിൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് സപ്പോർട്ടിങ് ആക്ടേഴ്സ് വന്നിട്ടുണ്ട്. ലൈക്ക് നമ്മളെ ലുക്മാൻ അവറാനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് അത്രക്കും നല്ല രീതിയിൽ ബോഡി മേക്ക് ഓവർ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നടിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും അവരുടെ പാട്ട് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈവൻ നമ്മളുടെ കോട്ടയം നസീറൊക്കെ വളരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ എങ്കിൽ പോലും അദ്ദേഹത്തിന് ശരിക്കും ഒരു ഗുസ്തിക്കാരൻ്റെ അതേപോലെ ബോക്സറുടെ മാനറിസങ്ങളും ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ലുക്മാൻ അവറാനാണെങ്കിൽ തന്നെ ഇതിനകത്തൊരു നാഷണൽ പ്ലെയറാണ്, 2 തവണ ഗോൾഡ് മെഡലൊക്കെ കിട്ടിയ ആളാണ് ഇതിനകത്ത് കോച്ചായിട്ട് വരുന്നത്. അപ്പോൾ ഈ പടത്തിനകത്ത് കച്ചറ കളിച്ച് നടക്കുന്ന +2 ഒക്കെ ഫെയിലായി പോയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലെ പ്രതിനിധിയാണ് നമ്മളുടെ നെസ്ലിൻ എങ്ങനെയെങ്കിലും പിന്നെ അത്യാവശ്യം ഈ എന്താ പറയുക എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നെക്സ്റ്റ് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടണം. അപ്പോൾ അതിനുള്ളൊരു കുറുക്കു വഴി എന്നുള്ള രീതിയിൽ ബോക്സിങ്ങിന് വന്ന് ചേരുന്നതും ആ ഒരു ടാർഗറ്റിലേക്ക് പുള്ളിക്കാരൻ ഈ ബോക്സിങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെ ആ സ്പോർട്സ് കോട്ടയിലൂടെ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതും സൈഡ് ബൈ ഈ ഒരു ഇവൻറ്റിൽ, ഈ ബോക്സിംഗ് ഇവൻറ്റിൽ സ്റ്റേറ്റ് ലെവലിൽ ജയിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെയാണ് കഥയിലെ ഇതിവൃത്തം. പടം ഒരു മുഴുനീള ബോക്സിംഗ് പടമാണ് എന്നൊന്നും വിചാരിക്കരുത്. കാരണം ഇതിനകത്ത് സൈഡിൽ കൂടെ ബാക്കി ലവ് സ്റ്റോറി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. നെസ്ലിൻ്റേതായിട്ടുള്ള പ്രേമലുവിലൊക്കെ കാണിച്ചിട്ടുള്ള കുറേ മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ എഴുകി ചേർന്ന് വരുന്നുണ്ട്. പ്ലസ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഫുള്ള് അതിൻ്റെ ബോക്സിംഗ് റിലേറ്റഡ് കാര്യങ്ങളും പുള്ളിക്കാരൻ്റെ ഫെയിലിയറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുള്ളത്. അതും നല്ല രസത്തിൽ തന്നെ എടുത്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിനിമാറ്റോഗ്രാഫിയാണ്. പുള്ളിക്കാരൻ്റെ ബ്രദറായിട്ട് ജിംഷികാർ ഇതാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എഡിറ്റിംഗ് വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ നിഷാദ് യൂസഫും പുള്ളിക്കാരിപ്പോൾ മരിച്ചുപോയി, നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ അടുപ്പിച്ചിട്ട് കുറച്ചൊരു ഫൈറ്റ് സീനുകളുണ്ട്, ഒരു 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഫൈറ്റ് സീനുകളുണ്ട്. അതിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കണോ നമ്മുടെ കലൈ കിങ്സനാണ്. നല്ല രീതിയിൽ ചെയ്തു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് പോണത് അറിയില്ല. ആ രീതിയിൽ തന്നെ ലെങ്തി ഷോട്ടുകളാണ്, ഓടി നടന്ന് അടിക്കുന്ന സീനുകളൊക്കെയാണ് ഗംഭീരമായിട്ട് എടുത്തു വെക്കാനായിട്ട് പുള്ളിക്കാരന് കഴിഞ്ഞിട്ടുണ്ട്. ആ പടത്തിൻ്റെ ആകത്തുക പറയുകയാണെങ്കിൽ ഒരു തിയേറ്റർ വാച്ച് മൂവിയാണ്, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ഒരിക്കലും നിങ്ങൾക്ക് OTT-യിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, TV-യിൽ കണ്ടു കഴിഞ്ഞാലൊന്നും ഒരിക്കലും വലിയ മൊബൈലിലൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒട്ടും എൻജോയ് ചെയ്യാനോ എൻ്റർടൈൻ ചെയ്യാനോ പറ്റില്ല. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി തന്നെയാണ്, തിയേറ്റർ വാച്ച് പടമാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പടമാണ്. നല്ല മേക്കിംഗ് ആണ്, പിന്നെ നല്ല സിനിമാറ്റോഗ്രാഫിയാണ്, BGM ഒക്കെ നല്ലതാണ്. വിഷ്ണു വിജയുടെ മ്യൂസിക് സ്കോറൊക്കെ ആണെങ്കിൽ തന്നെ ഗംഭീരമായിട്ട് ചെയ്തു വെക്കാനായിട്ട് പുള്ളിക്കാരന് കഴിഞ്ഞിട്ടുണ്ട്. കഥയും തരക്കേടില്ലാത്ത രീതിയിലുള്ള കഥയാണ്. ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇനി ഒറ്റക്കാണെങ്കിൽ അങ്ങനെയോ പോയിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് അറുമാദിച്ച് വരാൻ പറ്റിയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി. ഒരു 8 ഔട്ട് ഓഫ് 10 നമുക്ക് സ്കോർ കൊടുക്കാം ഇന്നലെ റിലീസ് ചെയ്ത ആലപ്പുഴ ജിംഖാനക്ക്.